കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നു എന്ന് പാലപ്പള്ളിക്കാർ പറയുന്നത് പോലെ തന്നെ പറയുന്നുണ്ട് പത്തനംതിട്ട ചിറ്റാർ സ്വദേശികളും. സ്ഥിരമായി കാട്ടാനകൾ റോഡ് കുറുകെ കിടക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാണ്. എല്ലാ ദിവസവും ഉണ്ടാകും കാട്ടാനകൾ റോഡ് കുറുകെ ഇങ്ങനെ പോകും. വനപാലകർ അവിടെ നിലയുറപ്പിക്കാറുമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ. ചിറ്റാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വനത്തോട് ചേർന്ന് കിടക്കുന്നതാണ്, കാട്ടാനയുള്ള മേഖലയാണ്. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ അവർക്കൊരു സഹായമേകുന്നതിന് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ കാര്യമായ ഇടപെടലുണ്ടോ? സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറിനും സീതത്തോടിനും ഇടയിലുള്ള സ്ഥലമാണ്. ഈ കാണുന്ന റോഡ് ക്രോസ് ചെയ്താണ് കാട്ടാനകൾ സ്ഥിരമായി പോകുന്നത്. വൈകിട്ട് ഒരു 6 മണിയോടുകൂടി ഇവിടെ ആനകൾ എത്തും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ വലതുവശത്ത് ഒരു നദിയുണ്ട്. കക്കാട്ട് ആറാണ് അതിൻ്റെ പേര്. ആ നദിക്കപ്പുറമാണ് വനമേഖല. ആ വനമേഖലയിൽ നിന്നും എല്ലാ ദിവസവും വൈകിട്ട് ഈ നദി കുറുകെ കടന്ന്, ഇത് ജനവാസ മേഖലയാണ്, ഈ ജനവാസ മേഖലയിലേക്ക് ആനകൾ എത്തുന്നു. അതിനുശേഷം ഇത് പ്രധാനപ്പെട്ടൊരു പാതയാണ്, എപ്പോഴും വാഹനങ്ങൾ പോകുന്ന പാതയാണ്. ഈ പാത കുറുകെ കടന്ന് ഇതിനപ്പുറമെല്ലാം ജനവാസ മേഖലയാണ്. അവിടെ നേരത്തെ കൈതകൃഷി ഉണ്ടായിരുന്നു. ആ കൈതകൃഷി ഉള്ള സ്ഥലത്തേക്ക് കാട്ടാനകൾ കൂട്ടത്തോടെ അവിടെ ചെല്ലുന്നു. അതിനുശേഷം രാത്രി മുഴുവൻ കാട്ടാനക്കൂട്ടം ആ മേഖലയിലാണ് കഴിയുക. എല്ലാ ദിവസവും രാവിലെ 6:45 തിരികെ ഇവ ഈ ജനവാസ മേഖലയിൽ നിന്നും ഇറങ്ങി ഈ റോഡ് കുറുകെ കടന്ന് വീണ്ടും നദി കടന്ന് വനത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ കാട്ടാനക്കൂട്ടം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വനപാലകർ എപ്പോഴും ഇവിടെ കാവലുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട്. ഇവിടെ ഈ മേഖലയിൽ കുട്ടികളെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ഒരു ഭീതിയുള്ളത്. കാരണം ആ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ എപ്പോഴും ഇരുചക്ര വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചും അവർക്ക് വളരെ പേടിയാണ്.